കാട്ടി താല്പര്യം. അതെ, ഇത് രണ്ടും തന്ന ദില്ലുവിന് ഇഷ്ടമല്ല. ഔട്ട്ഡേറ്റഡ്. അതെ, ഇത് പോവും. ഭയങ്കര ഡിമാൻഡാ. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. സമയം രാവിലെ ഏകദേശം 7 മണിയാണ്. നമ്മൾ നമ്മുടെ എക്സിബിഷൻ വിച്ച് ഇസ് ഹാപ്പനിങ് ഓൺ കാലിക്കറ്റ് ആസ്പൻ കോർട്ട്യാർഡ് ജൂലൈ 12th and 13th ആൻഡ് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിലേക്കും ബാങ്കോക്ക് ഫാഷനിലേക്കൊക്കെ വേണ്ടി പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. സോ നമ്മൾ ബാങ്കോക്കിലാണ്. ഇറ്റ്സ് ആക്ച്വലി ഗൂഗിൾ മാപ്സിൽ ഭയങ്കര സിവിയർ വെതർ എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ലക്കിലി രാവിലെ വലിയ മഴയില്ല. എന്നാലും കുറെ സ്പ്രേ ഓൺ സൺസ്ക്രീൻ ഒക്കെ കയ്യിലൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് മഴയാണെങ്കിൽ ഇറ്റ്സ് വെരി ഹോട്ട് ഇയർ വെതർ ആണ്. പക്ഷെ ഹോപ്പ്ഫുള്ളി രാവിലെ മഴ കാണില്ല. നമുക്ക് കുറെ അടിപൊളി ഡ്രസ്സുകൾ കാണുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ ഫ്രം അവർ 21st ഫ്ലോർ. രാവിലത്തെ ഒരു വ്യൂ ആണ്. രാവിലെ വലിയ ട്രാഫിക് ഒന്നും ഇല്ല. സോ വേഗം നമുക്ക് എത്താം. ബാങ്കോക്ക് ട്രാഫിക് ഇസ് വേഴ്സ് ദാൻ ബാംഗ്ലൂർ ട്രാഫിക്. ഞാൻ പറയാം, അത്രയധികം ടൈം ഇവിടെ എടുക്കുന്നത്. In the middle of skyscrapers, but still you can see greenery. Priya, good morning. Good morning. ഇത് പൊളിച്ചടുക്കണം, എല്ലാരും വാന്ന് പറയണം. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ എന്താ എനിക്ക് കാണിക്കാനുള്ളതെന്ന് അറിയോ? ഫ്ലോറും മതിലും പ്രിയയും എല്ലാം ഒന്ന്. അത് കാണിക്കാതെ ഇവിടെ തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഒരു ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ. ഇത് കണ്ടോ, പോൾക്ക ടോപ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാം രണ്ട് പീസേ എടുത്തിട്ടുള്ളൂ. ബ്ലൂവിന്റെ പിങ്കിന്റെ 2 പീസ്, ഇതും പോലെ ഈ പാറ്റേണിന്റെ 2 പീസ്. അപ്പൊ എല്ലാം ഈ 2 പീസസേ കാണത്തുള്ളൂ. സോ ടോപ്സ് വെച്ചാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ക്യൂട്ട് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു വൈബിന് പറ്റിയല്ലോ. വൈറ്റ് സ്കേർട്ടിന്റെ കൂടെ കിട്ടാൻ നല്ലതായിരിക്കും. വൈറ്റ് ജീൻസിന്റെ കൂടെ നല്ല ഭംഗിയില്ലേ. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ നല്ലൊരു ബീച്ച് വെയർ, പാർട്ടി വെയർ ഒക്കെ ടൈപ്പ് ഡ്രസ്സാണ്. എല്ലാത്തിന്റെ ഈ 2 പീസ് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഗ്രീൻ നല്ല കളേഴ്സാ, പേസ്റ്റൽ കളർ. ഇന്നലെ വന്നപ്പോൾ ഇന്ന് വന്നപ്പോഴൊക്കെ ഇതുപോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രൈറ്റ് ഷെയ്ഡ്സേ കാണുന്നില്ല ഈ വർഷം. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇതും ആക്ച്വലി നല്ലൊരു പാറ്റേൺ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. നിങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനും കാട്ടി സുന്ദരികളായിരിക്കും. ചുമ്മാ ഇരിക്കട്ടെ. ബട്ട് ദിസ് ലുക്സ് നൈസ്. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ വൈറ്റ്. ഇതിന്റെ ഭംഗി വരുന്നത് അടിയിലേക്ക് പോകുന്നതോറുമാണ് ഇതിന്റെ വർക്ക്. ഇത് അടുത്ത ക്യൂട്ട് ടോപ്സ്, പിൻട്രസ്റ്റ് ടോപ്സ്. അത് തന്നെ, അങ്ങനെയാണ് എക്സാക്ട്ലി പറയേണ്ടത്. പിൻട്രസ്റ്റ് ആണോ അല്ലയോന്ന്. ഓക്കെ, ഇതിന്റെ ഒരു റെഡും ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാലേ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ. ഭംഗിയാണില്ല. അതായത് പാത്തു നച്ചുവിന്റെ ഒക്കെ ആ പ്രായത്തിലുള്ള കിട്ടാ പക്കയായിരിക്കും. ഇവിടെ ഇതുപോലത്തെ കൂടുതൽ ടോപ്സ് ആണ്. നമ്മൾ ഫുൾ ലെങ്ത് ഡ്രസ്സസും അതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളതൊക്കെ കാണിക്കാം. പക്ഷെ ഇപ്പൊ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതുപോലത്തെ ടോപ്സ് ആണ്. സോ ഇതുപോലെ ബ്ലാക്ക് ഉണ്ട്, സെറ്റായിട്ട് വരുന്നതാണ്. പിങ്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, കുറച്ച് അധികം കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്ക് പിൻട്രസ്റ്റ് സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പാറ്റേൺസ് ആയിരിക്കും. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഏകദേശം എനിക്ക് നമ്മുടെ എക്സിബിഷന് മാത്രം ഒരു 500 ഔട്ട്ഫിറ്റ്സ് പുതിയത് കാണും. അതുപോലെ തന്നെ ഷോപ്പിലേക്ക് ഒരു 350-400 ഔട്ട്ഫിറ്റ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾ ബ്രാൻഡ് ന്യൂ കളക്ഷൻസ് ആയിരിക്കും ജൂലൈ ഒരു ഫസ്റ്റ് വീക്ക് തൊട്ട്. അപ്പൊ എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ചൂട് കേട്ടാ. ഇറ്റ് ഇസ് റെയിനി സീസൺ, ബട്ട് ഇറ്റ് ഇസ് വെരി ഹോട്ട്. ഇപ്പൊ ഗൂഗിൾ എടുത്ത് നോക്കി അറിയാം, സിവിയർ ഹീറ്റ് വാർണിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ബാങ്കോക്കിൽ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് കൂൾ ഡൗൺ ചെയ്യാൻ അഫോർഡബിൾ ആയിട്ട് മിക്സ്യൂലാണ്. ഞാൻ പ്രിയക്കൊരു മാംഗോ ടീയും എനിക്കൊരു എന്താ പറയുക ലെമൺ ബ്ലാക്ക് ടീയും പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ഇത് വെരി ടേസ്റ്റി,
വെരി ഡെലിഷ്യസ്, അൺബിലീവബിൾ വാല്യൂ ഫോർ മണിയാണ്. പ്രിയയുടെ മാംഗോ ബോബയാണ്. അതിൽ മാംഗോ ഉണ്ട്, ഡാഡിക്കായിരിക്കും ഇത് കൊതി വരുന്നത്. മാംഗോ ഉണ്ട്, മാംഗോ ജെല്ലി ഉണ്ട്, മറ്റേ ബോൾ ഇതും ഉണ്ട്. എന്താ ബോബ? ഐസ്ക്രീം ഇല്ല, മാംഗോ ഷേക്കാ, മാംഗോയും മിൽക്കുവാ. എൻ്റെ ആണെങ്കിൽ ഞാൻ ഹെൽത്തി ആയതുകൊണ്ട് ഒരു വലിയ ഗ്ലാസ് ഓഫ് ലെമൺ ടീ, ബ്ലാക്ക് ലെമൺ ടീ. ഞാൻ ഹെൽത്തി ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് ലെമൺ ടീ മാത്രം, നല്ല ടോൾ ഗ്ലാസ് ഓഫ് ബ്ലാക്ക് ലെമൺ ടീ, നാച്ചുറലി സ്വീറ്റൻഡ് വിത്ത് ഹണി, മിക്സ് യു. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. എന്തൊരു ടേസ്റ്റും എന്തൊരു എഫോർഡബിളുമാണ്. ഇത് 25 ഭാഗത്തേ ഉള്ളൂ. നല്ലൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഇപ്പം ഈ ഓൾഡ് മണി വൈബ് എന്നൊക്കെ കാണിക്കില്ലേ, ഇറ്റലിയിലൊക്കെ ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാം റീലിൽ കാണാറുണ്ട്. ഇറ്റലി പോകേണ്ടി വരും, കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഗ്രീസ് ആയാലും കുഴപ്പമില്ല. അത് ഇതിട്ട് അടിപൊളിയായി സ്റ്റൈൽ ചെയ്താ ഞാൻ ഗ്രീസിൽ കൊണ്ടുപോകും. ഉറപ്പാ, അവർക്കറിയാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. ബാങ്കോക്കിൽ ഇപ്പൊ വിചാരിക്കാതെയല്ലേ വന്നേ ഒരു ദിവസത്തില്. ഗ്രീസിൽ എനിക്ക് 1 മാസം വേണം വിസയ്ക്ക് കിട്ടാൻ. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോവാം. റോയ് ചേട്ടനെ വിളിച്ചാ പോരെ, ബഡി ടിക്കറ്റ് കിട്ടി പോവില്ലേ, 20,000 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ. സോ ഇതാണ് ഒരെണ്ണം. ഇതിലെന്താ അറിയോ, ക്രോപ്പ് ടോപ്പ് ഉണ്ട്, അടിയിൽ ഷോർട്ട്സ് ഉണ്ട്, 3 പീസാ ആൻഡ് ജാക്കറ്റും ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇതിന്റെ ഗുണം എന്താ അറിയോ, ഈ ജാക്കറ്റ് വേറെ ടോപ്പിന്റെ കൂടെ ഇടാം, സ്റ്റൈൽ ചെയ്യാം, ഷോർട്സ് വേറെ, എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പൊ ഒരു ഡ്രസ് വാങ്ങിച്ചാ ഒരു 6 ഡ്രസ് ആയിട്ട് ഇടാം. ഞങ്ങളുടെ ആക്ച്വലി ഇത്തവണത്തെ കളക്ഷന്റെ മെയിൻ പ്ലാൻ അറിയോ, എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് വേണം. കഫ്താൻസ് വേണമെങ്കിൽ കഫ്താൻസ്, ഡ്രസ്സസ് വേണമെങ്കിൽ ഡ്രസ്സ്, ഫ്രോക്സ് വേണമെങ്കിൽ ഫ്രോക്സ്, ടോപ്സ്, ബോട്ടംസ്, കോഡ് സെറ്റ്സ്, ലോങ്, ഷോർട്ട്, ഇതെല്ലാം അഫോർഡബിൾ റേഞ്ചിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ്. ചീപ്പ് എന്ന് ഒരിക്കലും പറയില്ല, കാരണം നമ്മുടെ അത്രയും ചീപ്പല്ല, പക്ഷെ കൊടുക്കുന്ന റേറ്റിന് വളരെ അഫോർഡബിൾ ആയിട്ട്. ഞങ്ങൾക്ക് ഇതുവരെ സൈസിന് കുറച്ച് റിട്ടേൺസ് വന്നിട്ടുണ്ടെങ്കിലും ക്വാളിറ്റിക്ക് ഇതുവരെ റിട്ടേൺസ് വന്നില്ല. വി ആർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ഓൾസോ. സോ അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യില്ല. സോ നമുക്ക് ഭയങ്കര ലോ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്കൊരു ബേസിക് ക്വാളിറ്റി വേണമല്ലോ. പക്ഷേ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്തവണ മാക്സിമം വെറൈറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നും ചൈനയിലൊക്കെ പോയി ഷോപ്പിലൊരു മേജർ ഓവറോളും അതുപോലെ തന്നെ എക്സിബിഷനും. ഇതും കൊള്ളാം കേട്ടോ, ഇതും കൊള്ളാം. കോഡ് സെറ്റ് തന്നെയാണ്, ഷോർട്സ്, അതുപോലെ തന്നെ ഇതും നല്ല ഒരു ക്ലാസി കോഡ് സെറ്റ് കളക്ഷൻസ് പോലെയുണ്ട്. നൈസ്. ഇത് രണ്ടും പ്യുവർ കോട്ടൺ ആണ്. മുഖം കണ്ടതും പ്രിയ ഓടി കേട്ടാ. ഇങ്ങനത്തെ തപ്പി നടക്കുമായിരുന്നു. എനിക്കറിയില്ല ഇതിപ്പോ എന്താ ഇത്രയും ട്രെൻഡ് ആവാന്ന്. ഫേസിന്റെ ഡിസൈൻസ് ഉള്ള ഡ്രസ്സുകൾ ഭയങ്കര ട്രെൻഡാണ്, കുറെ സ്ഥലത്ത് കാണാം, ഇൻക്ലൂഡിങ് ബിഗ് ബ്രാൻഡ്സ്. അതുകൊണ്ടോ? അത് നല്ലൊരു അഡീഷൻ ആട്ടാ. നിങ്ങൾ വിചാരിക്കാൻ ചെറിയ കാര്യമാണ്, പക്ഷേ ഇറ്റ് ആഡ്സ് ടു ദ കൺവീനിയൻസ് സോ മച്ച്. ഇതിനും ഉണ്ടോ പോക്കറ്റ്? എല്ലാത്തിനും വിത്ത് പോക്കറ്റ് ആണ്, ആൻഡ് ഇറ്റ് ലുക്സ് നൈസ്. ഇതൊക്കെ 2 എണ്ണം വെച്ചൊക്കെ കിട്ടുന്നുള്ളൂ, ചിലത് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം ആൻഡ് ഇത് വേറെ ഒരെണ്ണം. നല്ലതാ. അപ്പൊ ഷോപ്പിൽ ഒരെണ്ണേ ചിലപ്പോ കാണുള്ളൂ. അപ്പൊ നമ്മുടെ ലൈവ് ഷോപ്പിംഗിൽ അത് പോയാൽ അതും കാണില്ല. എടുത്ത സാധനങ്ങൾ കാണിക്കൂ. 1 ഇതൊന്നും കളറൊന്നും പോവില്ല കേട്ടാ. നമുക്ക് ഈ ഷോപ്പും സപ്ലയേഴ്സിനൊക്കെ നേരത്തെ അറിയാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. 2 നൈസ്. ബാക്കിലോ അടുത്ത കാണിച്ചാൽ മതി. നൈസ്. ബാക്ക് കാണിച്ച സെയിമാ? ഓക്കെ നൈസ്. 3 എന്ത് റിയലാ അല്ലേ? അത് ഭയങ്കര റിയൽ ആയിട്ട് തോന്നുന്നു, പെയിന്റിങ് പോലെയുണ്ട്. നൈസ്. ഓക്കെ. ഇതുപോലത്തെ പ്രിന്റഡ് സ്കേർട്സ് നമ്മൾ പൊതുവെ ഇങ്ങനെ കാണാറില്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ. അത് സെറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ. ടീഷർട്ട് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, ഇങ്ങനെ ആരും സ്റ്റൈൽ ചെയ്യില്ലാന്ന് തോന്നുന്നു, വെളിയിൽ ഇടുന്ന പോലെ. എങ്ങനെ കെട്ടാറുണ്ട്? ഇതുപോലെ വെളിയിലിടാറൊന്നുമില്ല, ചുമ്മാ ഇതുപോലെ ഇടുവോ? അതാ ഞാൻ പറഞ്ഞേ, ഇത് സ്റ്റൈലല്ല. ഇങ്ങനെ സ്റ്റൈൽ ചെയ്താ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്താലൊക്കെ സെറ്റ് ആയിരിക്കും. അല്ല പുറത്തിടുന്ന സംഭവം ഇത്. കൊള്ളാം. ഇതിന്റെ കൂടെ വൈറ്റ് ടീഷർട്ടും വരും കേട്ടാ. സോ നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ ഇടാൻ പറ്റും, പക്ഷെ നമ്മള് സെറ്റ് ആയിട്ടാ കൊടുക്കുന്നത്. ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതൊരു ഒരു ബ്രാൻഡഡ് ഷോപ്പിന്റെ ഒരു ഫീലാണ് ഈ ക്വാളിറ്റിയുടെ ഒക്കെ, അല്ലേ? ഈ ഡിസൈനും പാറ്റേണും ഒക്കെ. അതിന് കാറ്റ് കൊള്ളുന്നുണ്ടാണോന്ന് അറിയില്ല. ഈ കാറ്റ് കൊള്ളുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അന്ന്
മോഹൻലാലിന്റെ മറ്റേ മുണ്ട് വെച്ച് ചാടുന്ന സീനില്ലേ പോലീസ് സ്റ്റേഷനിൽ തുടരുമില്ല, അതിൽ മോഹൻലാൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ മുടി അനങ്ങുന്നുണ്ട്. അത് അവര് ഫാൻ കൊടുത്താണ്, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന്. പക്ഷെ അതുകൊണ്ട് ആ സീനിന് ഭയങ്കര മാസ് കൂടിയെന്ന്. അപ്പൊ ഫാനാണ് സീക്രട്ട് മാസിന്റെ, മനസ്സിലായോ? അതെ, എല്ലാ ഡ്രസ്സും പറപ്പിക്കാം. അതെ, കൊള്ളാം. നല്ല വൈബ്രന്റ് കളേഴ്സ്. ഓ എന്ത്, നിങ്ങൾ ഇതൊന്ന് വന്ന് എക്സിബിഷനോ അല്ലെങ്കിൽ ഷോപ്പിലോ ഒന്ന് തൊട്ട് നോക്കുക, എന്നിട്ട് പറ ദിലു ചേട്ടൻ തള്ളുവാണ് അല്ലോ. സോ നൈസ്, സോ സോഫ്റ്റ്, പെർഫെക്റ്റ് സമ്മർ ബ്രീസ് പോലെയാ. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫാൻ്റെ അടി പോലും നിൽക്കണ്ട, അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഏതാ വേറെ ഒന്നും ഇടത്തുമില്ല, അത്രയും കംഫർട്ടബിൾ. വെരി നൈസ്. ഓ ഡ്രസ് പോലെ ഉണ്ടല്ലോ. ആ ഓക്കെ, താഴെ പാൻസും വൺ പീസ്. ഇതിന്റെ അകത്തപ്പോ ടീഷർട്ട് ഇടും അതോ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേൾഡ് ഷ്രഗ് ഇടാം, എങ്ങനെയാണെങ്കിലും സ്റ്റൈൽ ചെയ്യാം. നല്ല കളറാ. പിന്നെന്താ ഇത് കേട്ടോ, ഇത് വേറെ കളർ. ഇത് വേറെ കളർ. നല്ല ഭംഗിയാ. ഇതെടുത്തു, പിന്നെ ഈ ബ്ലൂ എടുത്തു. ഓക്കെ, നല്ലല്ലേ? ഈ ബ്ലൂ എടുത്തു, ഈ ഗ്രീൻ എടുത്തു, ഓക്കെ. ഇതെടുത്തു. ഏകദേശം 5 കളർ ജംപ് സൂട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. നൈസ്. ഇത് നമ്മുടെ ഒരു ഫോർട്ട് കൊച്ചി വൈബ് ആയല്ലോ. ബാലി സ്റ്റൈലൊക്കെ തോന്നുന്നുണ്ട്. ബാലി ഫോർട്ട് കൊച്ചി എല്ലാം ഒന്നാണല്ലോ. ബീച്ചും ഓൾഡ് ടൗണും കൂടെ വരുമ്പോ അതാണ് അതിന്റെ വൈബ്. ഓ അത് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആയി പോയി, അത് കൊള്ളാം. ഇത് കഫ്താനാണോ ഡ്രസ്സാണോ? ഓക്കെ, നൈസ്. പിന്നെ ഏത് ബ്ലൂ? ഓക്കെ, പ്രിയവിനെ എടുക്കുന്ന എല്ലാം നല്ലതാണല്ലോ. അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ, ആൾക്കാർ വാങ്ങണ്ടേ? അതാണ് സത്യം. പ്രിയ ചേച്ചിയുടെ ടേസ്റ്റ്, പ്രിയ ചേച്ചി എന്തിടുന്നോ അത് വേണം. ഞാൻ ആകെ കൂടെ ഒരു പ്രിയ ചേച്ചി അതുപോലെ. പക്ഷെ പ്രിയ ചേച്ചി ഇടുന്നൊക്കെ വാങ്ങിയായിരുന്നെങ്കിൽ ഞങ്ങള് രക്ഷപ്പെട്ടു വന്നേ. പക്ഷെ പ്രിയ ചേച്ചി ഒരു ഡ്രസ് 1 വർഷം ഉപയോഗിക്കും, പിന്നെ എങ്ങനെ നിങ്ങളെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും ഞാൻ ഓരോ കാര്യങ്ങള്? എനിക്ക് കള നട്ടിക്കൊണ്ട് പോണ്ടേ? അതിന് എനിക്ക് എല്ലാ ഡ്രസ് എടുത്തിട്ട് ഷോപ്പിലേക്ക് എല്ലാത്തിന്റെ എന്തായാലും ഒരെണ്ണം, എല്ലാരും ബ്ലോഗ്സ് കാണുമ്പോൾ പറയും ഒരെണ്ണം എടുക്കുന്നുണ്ടെന്ന്. പക്ഷെ അതൊന്നും കാണില്ല. അതിട്ട് കണ്ടാലല്ലേ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇന്നിട്ട് ഓരോ ദിവസം ഓരോ ഡ്രസ് ഇടുക. ഇപ്പൊ ഇന്ന് തന്നെ നോക്ക്, ഇതെനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ടുള്ള ഡ്രസ്സാ. എവിടുന്ന് വാങ്ങിയതാ? ബാങ്കോക്ക് ഫാഷനിലുണ്ടോ ഇത്? ഇല്ല, അതാ പറഞ്ഞത്, ഒരു 2 വർഷം മുമ്പ് വാങ്ങിയ കളക്ഷൻ ആയിരിക്കും. അതാണ് പ്രിയ. കൊള്ളാം കേട്ടാ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, എത്ര വേണം, എത്ര ഹൈറ്റ് വേണം അല്ലേ, ഷേപ്പ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട അങ്ങനെ വിരിച്ചു വിടാം. ആ സമയത്ത് ബാക്കിലും ഫ്രണ്ടിലും എത്ര ഇറക്കം വേണം, എത്ര കയറ്റി ഇടണം എന്നുള്ളതൊക്കെ നമുക്കിത് ടൈ ചെയ്യാം. സോ ഇതിന്റെ ഏതൊക്കെയാ? ഓക്കെ, നൈസ്. നല്ലൊരു ക്ലാസിക് കളറാണ്. വേണമെങ്കിൽ ഊരി ഇടാം. അതെ, ഇഷ്ടമുള്ള കേട്ടാ. നല്ലതാ, കസ്റ്റമൈസബിളാ. പിന്നെ അതും കൊള്ളാം, നല്ല വൈബ്രന്റ് കളേഴ്സാ. അങ്ങനെ കുറച്ച് വൈബ്രൻസി കണ്ടു അവസാനം. നല്ല മെറ്റീരിയലും ആണ് ഇത്. നൈസ്. നമ്മുടെ ജയ്പൂരിലൊക്കെ കിട്ടുന്ന ഒരു മെറ്റീരിയൽ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയാണ്, ഭയങ്കരമായിട്ടോ. അത് തായ്ലൻഡിലും അതുപോലെ തന്നെ ചൈനയിൽ നമ്മൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഫാബ്രിക്സ്. പ്രിയ അതേ കുറെ ടോപ്സ് നോക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ ഷെർബത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു തായ് ബ്രാൻഡാണ്, പക്ഷെ അവർ റീസെല്ലേഴ്സ് ബ്രാൻഡാണ്. ഇവിടുന്ന് വാങ്ങിയിട്ട് പലവർക്കും അവർ ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുത്ത് റീസെല് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഓൾ ഓവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോകുന്ന ഒരു ബ്രാൻഡാണ് ഷെർബത്ത്. ഇത് ഇങ്ങനത്തെ ടോപ്സ് നോക്കിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയക്ക് എവിടെ പോക്കറ്റിൽ അതേ കാണിച്ചു, പോക്കറ്റിലെ ഷർബത്തിന് എഴുതിയിരിക്കുന്നത്. ഇത് നല്ല രസമുണ്ട്, പാറ്റേൺസും പ്രിന്റ്സും ഒക്കെ. നല്ല ഒരു ഇംഗ്ലീഷ് വൈബാ ഇതിനൊക്കെ. നല്ല രസമുണ്ട്. ഇതൊക്കെ കൊള്ളാം. ഇതിന്റെ ബട്ടൺസിന് വരെ ഡീറ്റെയിലിംഗ് ചെയ്ത് വെച്ചിരിക്കും നോക്ക്. ഇൻഫാക്ട് അതാണ് ഇതിന്റെ വലിയൊരു ഹൈലൈറ്റ്. ഭയങ്കര ക്വാളിറ്റിയാണ്. ഒരു ജൂട്ടിന്റെ ഒക്കെ പോലെ ഇല്ലേ? നല്ല സാധനം കേട്ടോ. എല്ലാത്തിന്റെയും ബട്ടൺസ് ഭയങ്കര യൂണീക്ക്. ഇതുണ്ട്, ഇതിന് ഫ്ലോറല്, ഇതിനും ഫ്ലോറല്. ഏഷ്യൻ കൺട്രീസ്, കൊറിയ, ബാങ്കോക്ക് ആൻഡ് ചൈന, ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ കാണുന്നത്. അതെ, അടുത്ത ബ്രേക്കിന് സമയമായ ഇത്
സാധാരണ ഈ പച്ചമാങ്ങ അന്തുവിൻ്റെയും മേരിയാൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഇതിൽ ചെമ്മീൻ്റെ ഒരു പൊടി ഇട്ട് തരും. ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ എൻ്റെ ചെമ്മീൻ ചമ്മന്തി പൊടി പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ യൂഷ്വൽ ഷർട്ട് ഡ്രസ്സ് പോലത്തെ സംഭവമാണ്. പക്ഷെ ഇത് കുറേം കൂടെ കട്ട്സ് ഒക്കെ കുറേം കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങും കട്ട്സ് ഒക്കെ മാറ്റിയിട്ട് പോക്കറ്റ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. നമ്മുടെ സാധാരണ നേരത്തെ തന്നെ ഇല്ലായിരുന്നു. ഇത് ഓരോ ട്രെൻഡ് അനുസരിച്ച് അവർ മാറ്റുന്നതാണ്. പോക്കറ്റ്സ് ഉണ്ട്, ബട്ടൺസിന്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്, ഓവറോൾ കട്ട്സിനെ മാറ്റിയിട്ടുണ്ട്. കളേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, ഫാബ്രിക്കും നല്ല സെയിം ഫാബ്രിക് തന്നെയാണ്. സോ ക്വാളിറ്റി വൈസ് നോ പ്രോബ്ലം. പക്ഷെ പാറ്റേൺ കുറേ കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നൈസ് നോ. കഴിഞ്ഞു പോവാം. ടയേർഡായി ഇന്നത്തേക്ക്. അത്യാവശ്യം ആയില്ലേ, കുറേ ആയി നമ്മൾ ഇന്ന് കാണിച്ചത്. കാണിക്കാത്ത എന്തോരം ഉണ്ട് ഇനി. ഇനി ടാഗ് ചെയ്ത് എക്സിബിഷൻ ഷോപ്പിലേക്ക് ഒരാഴ്ചക്ക് കയറ്റണം. ജൂലൈ ഫസ്റ്റ് വീക്കിന് ഈ കളക്ഷൻസ് ഒക്കെ ഷോപ്പിൽ കയറും ഞാൻ പറഞ്ഞിരിക്കുന്നത്. എയർ കൊറിയർ ചെയ്യണം, എയർ കാർഗോ. അപ്പൊ ഫൈനൽ പർച്ചേസ് ആണ് നമ്മുടെ ഈ ഒരു റെഗുലർ ഷോപ്പാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് മുസ്ലിം വേഴ്സുമായിട്ട് ഇടാം, അതുപോലെ വളരെ ട്രെൻഡി ആയിട്ട് ഇടാൻ പറ്റിയ കുറേ ഹൈ ക്വാളിറ്റി ക്ലോത്തിങ് ആണ്. സോ അതെ, ഇങ്ങനെ ഇടാം, ആ സമയത്ത് തിരിച്ച് ഇങ്ങനെ ഇടാം. അത് കൊള്ളാമല്ലോ അല്ലേ? എല്ലാ രീതിയിലും സ്റ്റൈൽ ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ ഇത്. അടിപൊളി. നല്ല ബാഗി ഫിറ്റും, എന്ത് കംഫർട്ടബിൾ ആയിരിക്കും യാത്രയ്ക്കും എല്ലാത്തിനും നല്ലതായിരിക്കും. നല്ല നല്ല കളേഴ്സ് ഉണ്ട്, ആ കളേഴ്സ് ഉണ്ട്. നൈസ്. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമല്ലേ, എന്തൊരു ക്ലാസ്സിയാ നോക്കിക്കേ. ഇത് ഇങ്ങനെ പ്യുവർ കോട്ടന്റെ ലോങ് ഡ്രസ്സ്, അതുപോലെ തന്നെ അകത്ത് ലോങ്. ഇത് സ്ലിപ്പുമായിട്ട് പറയാൻ പറ്റില്ല, സ്ലിപ്പല്ല ഇത്. ഇത് മാത്രമായിട്ട് ശരിക്കും ഇടാം. അല്ല, ആ മെറ്റീരിയൽ ഭയങ്കര ഫ്ലോയാ, കണ്ട ഇടാം. നന്നായിട്ടുണ്ട്. യാ, വെരി നൈസ്, വെരി ക്ലാസി. അതൊന്ന് പിടിച്ചാൽ എന്നാലേ അത് പ്രോപ്പർ വ്യൂ കിട്ടുള്ളൂ. കൈ പിടിക്കണം. കണ്ട, ഇത്രയും ലെങ്ത് ഉണ്ട്. അതിന്റെ ഭംഗി അറിയണമെങ്കിൽ ഇത്രയും ലോങ് ആയിട്ട് തന്നെ പിടിക്കണം. നമ്മുടെ ഷോപ്കീപ്പേഴ്സേ ഇത് ഞങ്ങളൊരു എമർജൻസി ട്രിപ്പിൽ വന്നത്, പുതിയ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയുടെ അവസാനമാണ്. ഒരു ലഞ്ചും കൂടെ കാണിക്കാം. അതെ, പക്ഷെ കുറെ പേർക്ക് ഇഷ്ടമല്ല കേട്ടാ, ഭയങ്കര മധുരം ഉണ്ടെന്ന് തോന്നും. ഇത് ആർട്ടിഫിഷ്യൽ ഒന്നും അല്ല, നമ്മുടെ മുമ്പിൽ വെച്ചാ തുറക്കുന്നവര്. അല്ല, അതവർ ഐസിന്റെ ഇടയിലിട്ടുണ്ടാ. ചിലപ്പോ തെങ്ങ് അവരെ അടിയിൽ ഫ്രിഡ്ജ് കുഴിച്ചിട്ട് കാണും, ഫ്രിഡ്ജിന്റെ അകത്തായിരിക്കും വളരുന്നത്. അങ്ങനത്തെ ടെക്നീക്ക് ഉണ്ട്, അറിയോ? അതിന്റെ വേര് മറ്റേ ഫ്രിഡ്ജിന്റെ അകത്തായിരിക്കും. എന്തിന്? എന്ത് തണുപ്പിക്കാനാ? അപ്പൊ ഇനി നമുക്ക് ലഞ്ചും കൂടെ കഴിയാം. കിടിലം പർച്ചേസ് ആയിരുന്നു. അതെ, എനിക്ക് നമ്മൾ ബാങ്കോക്കിൽ വന്നതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് പർച്ചേസ് ചെയ്ത ഇത്തവണയാ. എന്തോരം വെറൈറ്റി എടുത്തു. മാറ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 1:40 ആയി. നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ഇനി ഫുഡിന്റെ എന്തെങ്കിലും നിങ്ങളോട് കാണിക്കണ്ട. ടയർഡ് ആണെങ്കിൽ പോലും എല്ലാ തായ്ലൻഡ് വ്ളോഗിലും എന്തെങ്കിലും ഒരു ഫുഡ് കാണിക്കണ്ട. തൊട്ടടുത്താണ് എനിക്ക് പേഴ്സണലി തോന്നി ഇവിടുത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് ഉള്ളത്. എംസ്ഫിയർ മോൾ എന്ന് പറഞ്ഞാൽ അത് പുതിയ മോളാണ്. സോ അവിടെ പോയി എന്തെങ്കിലും യൂണീക്ക് സാധനങ്ങൾ കഴിച്ച് നമുക്ക് ഇന്നത്തെ ഒരു ടയറിംഗ് ബട്ട് ഹാപ്പി ഡേ അവസാനിപ്പിക്കാം. അപ്പൊ ഞങ്ങളിത് എംസ്ഫിയർ മോളിലേക്ക് പോവാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 800-900 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ ചൂടത്ത് നടക്കാൻ വയ്യ. ഈ ഷട്ടിൽ ബസ് എല്ലാ മണിക്കൂറും നമ്മളെ നേരെ അവിടെ കൊണ്ടുവിടും. കോളും പെട്ടിയോട്ടോയില് ലോഡ് കയറ്റട്ടെ. ഇത് സുഖം നോക്ക്, നേരെ ഹോട്ടലിൽ നിന്ന് മോളിന്റെ ഫ്രണ്ട് വരെ മാഡത്തിനെ കൊണ്ട് വിട്ടിരിക്കുന്നത്. ഇന്നും കൂടി സൗകര്യം വേണോ? ഹോട്ടലിലെ വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഹാപ്പി അല്ലേ? എന്തൊരു വൈബായി മോള്. എം ക്വാർട്ടർ മോളാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. നോ, ഇത് മറ്റേ ഇപ്പോൾ പ്രൈഡ് വീക്കിന്റെ മാർക്കറ്റും ഉണ്ട്. അല്ലാതെ ലുക്ക് അറ്റ് ദിസ് പ്ലേസ്, അടിപൊളിയല്ലേ? എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം അല്ലേ? എന്തോരം വെറുതെ ബാങ്കോക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എൻജോയ്മെന്റ് എന്താ എല്ലാവർക്കും ഒന്നുമില്ലെങ്കിൽ ഫുഡ്, ഷോപ്പിംഗ്, ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എല്ലാം ഒരു ചെറിയൊരു ഏരിയയിൽ ബാങ്കോക്കിലുണ്ട്. അതുകൊണ്ടാണ് ബാങ്കോക്ക് ഇസ് ഡെഫിനറ്റ്ലി നമ്പർ 1 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. ഈവൻ വിയറ്റ്നാമും മലേഷ്യ ഒക്കെ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞാലും ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡിന് അത്രയും ഇൻഫ്രാസ്ട്രക്ചറും കോസ്റ്റും അല്ലെങ്കിൽ എല്ലാം കൂടെ അല്ല. അത് മാത്രമല്ല, ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോ പുതിയ കാര്യങ്ങൾ ചെയ്യും. അതെ, കോസ്റ്റ് ആക്ച്വലി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഒരിക്കലും യൂറോപ്പിലൊന്നും ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടില്ല അല്ല. ഈവൻ പിന്നെ പോയാലോ ഭയങ്കര കോസ്റ്റ്, പിന്നെ സേഫ്റ്റി ഇഷ്യൂസ്,
എമിഗ്രന്റ് ഇഷ്യൂസ്. നമുക്ക് ഇവിടെ ഒന്നും അറിയണ്ടല്ലോ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കയറാം. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഫെസിലിറ്റി നമ്പർ 1 ഡെസ്റ്റിനേഷൻ തായ്ലൻഡ്. ഒക്കെയാണ് കൺവീനിയൻസ്. കണ്ടോ, ഇത് മറ്റേ MCM അല്ല, എംപോറിയം മോൾ എന്ന് പറഞ്ഞ മോളാണ്. ഭയങ്കര സെറ്റപ്പ് മോളാണ്. അവിടെ നമുക്ക് ഇന്റർ കണക്റ്റഡ് ആയി വാക്ക് വേ, മെട്രോ എല്ലാം ഉണ്ട്. നമ്മുടെ ലുലു മോൾ പോലെ. പക്ഷെ അവിടെ നിന്ന് ഇവരുടെ വേറെ മോള് അങ്ങോട്ട് വരെ നമുക്ക് നേരെ വാക്ക് വേ ഉണ്ട്. സോ ജസ്റ്റ് സോ കൺവീനിയൻറ്റ് എവറിത്തിങ് ഇസ്. അതാണ് ഭയങ്കര കൺവീനിയൻസ് ആണ്. IKEA കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോക്കാം. ഈ കാണുന്നത് ട്രൈബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ പോയി. എനിക്ക് 5 മണിക്ക് മുമ്പ് എൻട്രി ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇത് ബീച്ച് പൂള് പോലത്തെ ഒരു ബീച്ച് ബാർ, ബീച്ച് ക്ലബ്ബ് പോലെയാണ്. പക്ഷെ ഒരു മോളിന്റെ അകത്താണ്. അതൊരു സംഭവമല്ലേ. ഒരു ആർട്ടിഫിഷ്യൽ ബീച്ച് പോലെയൊക്കെ വെച്ച് ബാലി വൈബ്സ് ഒക്കെ ചെയ്ത് സ്വിമ്മിംഗ് പൂളൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ട്രൈബ്. കാര്യം കാണിച്ചു തരാം. അവിടെ പോ നിക്ക്. ഇതാണ് ഇവിടുത്തെ മാസ്കോട്ട്. കൊള്ളാല്ലേ? എന്തൊരു ജൈഗാനിക് അല്ലേ, എന്തൊരു പച്ചപ്പായി മോളിന്. പ്രൈഡ് വീക്ക് ആയതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. എന്ത് രസമല്ലേ. എത്ര ചൂടാണെങ്കിലും നമുക്ക് ബാങ്കോക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. എല്ലാവരും പറയും ദുബായും എൻജോയ് ചെയ്യാമെന്ന്. പക്ഷെ ദുബായിൽ മോളിലൊക്കെ പോയി എനിക്കും ദുബായിനെക്കാട്ടും ഇഷ്ടം ബാങ്കോക്ക്. കാരണം ദുബായിയുടെ സ്റ്റാൻഡേർഡ് തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു 1/3 റേറ്റിൽ എൻജോയ് ചെയ്യാം അല്ലേ. അതാണ് മെയിൻ തിങ്. അഫോർഡബിലിറ്റി ഒരു വലിയ കാര്യമല്ലേ. കട കണ്ട ബട്ടർ ബെയർ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബേക്കറി ഐറ്റംസാണ്. ഭയങ്കര ക്യൂട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര പോപ്പുലറാണ് ബട്ടർ ബെയർ. ഇവിടെ എംസ്ഫിയറിൽ ഇന്ന് പ്രിയ ഡ്യൂറിയൻ കഴിച്ച് റിവ്യൂ പറയുന്നതായിരിക്കും. ദേ മഴക്കാലത്താണ് നല്ല ഡ്യൂറിയൻ ഉണ്ടാവുന്നത്. ഡ്യൂറിയൻ അതല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. അഭിപ്രായത്തില് റെസ്റ്റോറൻറ്റ് നമ്മൾ എന്തായാലും കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഞാൻ കുറച്ച് സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ താഴെ പോയി കഴിച്ചാൽ പല സാധനങ്ങൾ കഴിക്കാം. സ്റ്റിക്കി റൈസ് കഴിക്കാം, പാന്താൻ കഴിക്കാം, റൈസ് കഴിക്കാം, നൂഡിൽസ് കഴിക്കാം, സ്പ്രിംഗ് റോൾ കഴിക്കാം. എല്ലാം ഫുഡ് കോർട്ട്. പക്ഷേ ഇവിടുത്തെ ഫുഡ് കോർട്ട് വേറെ ലെവല. നമ്മൾ ഇവിടെ നിന്ന് പണ്ട് വാങ്ങി കഴിച്ചിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റാ. ഇവിടുന്നാ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ ഫുഡ് കോർട്ടിലെ ഫുഡ്. അല്ല, ഈ സൂപ്പർ മാർക്കറ്റിലെ ഫുഡ്. വേദു ഉണ്ടായിരുന്നു. എനിക്ക് ഈയിടെ ആയിട്ട് എന്നെയും കാട്ടി ഇഷ്ടം വേറെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദു എന്നൊക്കെ പറഞ്ഞാലും പാന്താനാണ് എന്നെയും കാട്ടി താല്പര്യം. അതെ, ഇത് രണ്ടും തന്ന ദില്ലുവിന് ഇഷ്ടമല്ല. ഔട്ട്ഡേറ്റഡ്. അതെ, ഇത് പോവും. ഭയങ്കര ഡിമാൻഡാ. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. എനിക്ക് കണ്ടിട്ട് ഈ പോർക്കോ അല്ലെങ്കിൽ ഈ ലോബ്സ്റ്ററോ അല്ലെങ്കിൽ ഈ ലാം ചോപ്പോ സാൽമനോ ലാം ഷാങ്കോ പോക്ക് സോസേജ് റിബ്സ് ചിക്കൻ ടെറിയാക്കി എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ ഇതൊന്നും എടുക്കുന്നില്ല. ഹോൾ ഗ്രിൽ ചിക്കൻ വരെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോയി നൂഡിൽസ് എല്ലാം കഴിക്കാം. കണ്ടിട്ട് വാങ്ങാതെ പോകാനേ തോന്നുന്നില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്രിസ്പി പോക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഇവിടുത്തെ തായ്ലൻഡിലെ ക്രിസ്പി പോക്ക്. എൻ്റെ അമ്മോ, വെറുതെ അല്ല. ഇത് വെളിയിലത്തെ കാട്ടി എനിക്ക് ഡബിൾ റേറ്റ് ആണ് ഇവിടുത്തെ ക്രിസ്പി പോക്ക്. പക്ഷേ ഇറ്റ് ലുക്സ് സോ ഡെലിക്കേറ്റ് ആൻഡ് ടേസ്റ്റി. നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന്. ഓർമ്മയായിട്ട് കിട്ടുമോ നോക്കട്ടെ. മേ ബി നിങ്ങൾക്ക് ഇതിൻ്റെ ക്രാക്ലിംഗ് സൗണ്ട് കിട്ടും. സോൾട്ടി, പെർഫെക്റ്റ് ഫാറ്റ്. ആ ഫാറ്റ് തന്നെ മെൽറ്റ് ചെയ്ത് ആ മീറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് മീറ്റും ഡ്രൈ ആയിട്ടില്ല. അതിൻ്റെ മുകളിലത്തെ ക്രിസ്പിനെസ് സോ ഗുഡ്. ക്രാക്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ സിക്സറിനെ പോലെ ക്രാക്കിംഗ് സംഭവമാണ്. സോ ഇതാണ് ഞങ്ങളുടെ അമേസിങ് പാർട്ടായി. ഇത് ആക്ച്വലി മിഷലിൻ ഗൈഡിൽ ഉള്ള ഒരു കടയാണ്. ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കാണാം MCM മോളിൻ്റെ. സോ ഇത് ഞാൻ ഓർഡർ ചെയ്ത എല്ലാവരും സ്ട്രീറ്റ് ഫുഡ് ഓർഡർ ചെയ്ത, ബട്ട് ഐ ഓർഡർ സംതിങ് ഡിഫറെൻറ്റ്. ഇത് പോക്കാണ്. അതിൻ്റെ കൂടെ പീനട്ട്സും കുറച്ച് ചില്ലിയും അതിൻ്റെ സ്പ്രൗട്ട്സും അതൊക്കെ തരും. ഫ്രീക്ക് ഓർഡർ ചെയ്ത ക്രിസ്പി ചിക്കൻ പാട്ടയാണ്. അതിൻ്റെ കൂടെ ഒരു ക്രിസ്പി പോക്കും ഐസ് ടീ, മിൽക്ക് ടീ വിത്ത് ബോബ അതും ഇപ്പോൾ വരും. കപ്പലണ്ടി നൂഡിൽസ്, പാട്ടായുടെ നൂഡിൽസ് ആണ്. എനിക്കൊന്ന് റൈസ് തന്നെയാണ്. സം ഗ്രിൽ പോക്ക്. എല്ലാവരെയും കൊതിപ്പിച്ച് കളഞ്ഞു.
എന്തൊരു ഹോൾസം ബൈറ്റാന്നറിയോ. എല്ലാ ഫ്ലേവർ മിഷലിൻ സ്റ്റാർ കിട്ടി. എല്ലാ ഫ്ലേവേഴ്സും. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്മോക്കിനെസ്, ശരിക്കും ഒരു കനലിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി, പോക്ക്, കുറച്ച് മധുരം, കുറച്ച് സോയാ സോസ്, ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടിയുടെ ടേസ്റ്റ്, എവറിത്തിങ് ടുഗെദർ. ശരിക്കുള്ള പാർട്ടായി കഴിച്ചാൽ നിങ്ങൾ വിൽ ബി എ ട്രൂ ലവർ ഫോർ ദിസ്. സോ ഡെലിഷ്യസ് ആൻഡ് ടേസ്റ്റി. പക്ഷെ ഇത് കഴിക്കുമ്പോൾ വലിയ വായ കഴിക്കണം. എല്ലാ ഫ്ലേവേഴ്സും കൂടെ ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ. ഇത് കുറച്ചായി പോയി. പറഞ്ഞു ഇത് ഗ്രിൽ പോക്ക്, അത് ഞാൻ കാണിച്ചായിരുന്നു. പക്ഷെ മുട്ടയുണ്ട്. ഓ ഏതോ ഹെൽത്തി അല്ലേ? അല്ലേ? കണ്ട പ്രിയ വെജിറ്റബിൾസ് ഒക്കെ ബാക്കി വെച്ചു. എന്റെ ഒക്കെ ഫുൾ കഴിച്ചു. ഇങ്ങനെയാണ് കഴിക്കണ്ട. പകുതി. അത് ഭയങ്കര വാല്യബിൾ ടിഷ്യൂ ആണ്. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ ടിഷ്യൂ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ. ഇത് ഐസ് ടീ ആണ്. ഇതിന്റെ മുകളിൽ തേക്കണ്ട, തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം വരും. ഇത് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ ബില്ലി തുടച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ ലാഭിക്കാം. ചുണ്ടൻ തന്നെ തുടയ്ക്കാറില്ലല്ലോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ടിഷ്യൂ അങ്ങനെ വാല്യബിൾ. മാക്സിമം പകുതി തരാൻ പറ്റുള്ളൂ. ആക്ച്വലി ആവശ്യമുള്ളത് അത്. എന്നെ രക്ഷിച്ച തായ്ലൻഡിലെ ചൂടിനെ രക്ഷിക്കുന്ന ടിഷ്യൂ ആണിത്. വേണോ? മര്യാദക്ക് 2 വാങ്ങാൻ പറഞ്ഞതാ. എന്റെ ബാഗിൽ ഇരിക്കൂലേ? ഇത് ട്രൈ നോക്ക്. അതില് കൈ നനയ്ക്ക്. കണ്ട വാഷ് ചെയ്ത ഫീലിംഗ് ആയില്ലേ? അപ്പൊ അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു, അടിപൊളി ഫുഡ് ആയിരുന്നു, ഒരു അടിപൊളി ഹാപ്പി ഡേ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഷോപ്പിലേക്ക് വരണം. ജൂലൈ ഫസ്റ്റ് വീക്ക്, എനിക്കൊന്ന് ഫസ്റ്റ് ഒരു വീക്കെൻഡ് ഒക്കെ മുതൽ നമ്മുടെ ഷോപ്പിൽ പുതിയ കളക്ഷൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സിബിഷന് ആസ്പൻ കോട്ടിയ ജൂലൈ 12th and 13th അവിടെ വെച്ച് കാണാം. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.